വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴുത്തിലും മുഖത്തും ഞാൻ ഈ പറയുന്ന 3 വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ നടന്നതായിട്ട് ഊഹിക്കാം കേട്ടോ. അങ്ങനെയുള്ള 2 വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനോടകം ഒരുപാട് പേര് നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബ് നോക്കുക കേട്ടോ. അതിൽ നിങ്ങളുടേതായിട്ടുള്ള സെയിം ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആളുകൾ എന്തെല്ലാം ടിപ്സാണ് ഫോളോ ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന തരത്തിലുള്ള ടിപ്സ് ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഒരിക്കലും ഒരു ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ളതല്ല നമ്മുടെ ചാനലിൽ പറയുന്ന ടിപ്സ് ഒക്കെയും തന്നെ. എന്നാൽ ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റ്സിനോടും മെഡിസിൻസിനോടും ഒപ്പം നമ്മുടെ ചാനലിലുള്ള ടിപ്സും കൂടി നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് കൊണ്ടുവരികയാണെങ്കിൽ എളുപ്പത്തിൽ പ്രഗ്നൻ്റ് ആകാനായിട്ട് ആ ടിപ്സൊക്കെ നിങ്ങളെ സാധിക്കും കേട്ടോ. ഒപ്പം ഞാൻ ഈ പറയുന്ന 2 പ്രഗ്നൻസി സിംറ്റംസ് ഇല്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എക്സ്പെക്റ്റഡ് ഡേറ്റിൽ ബ്ലീഡിങ് വരുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒരുപാട് പേർക്ക് യാതൊരു തരത്തിലുള്ള ലക്ഷണങ്ങളും ഇല്ലാതെ സംശയത്തിൻ്റെ പുറത്ത് മാത്രം ടെസ്റ്റ് ചെയ്തിട്ട് പോസിറ്റീവ് റിസൾട്ട് കിട്ടിയവരുണ്ട്. അതുപോലെ തന്നെ ഒട്ടനവധി ആളുകൾ ചെറുതായിട്ടുള്ള സ്പോട്ടിങ്ങോ ബ്ലീഡിങ്ങോ ഒക്കെ ഉണ്ടായതിനു ശേഷം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പോസിറ്റീവ് കിട്ടിയിട്ടുള്ള ആളുകളും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഇല്ലെങ്കിലും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡേറ്റ് മിസ്സായിട്ട് 5 ദിവസത്തിന് ശേഷം രാവിലെ ആദ്യത്തെ യൂറിൻ എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഈ 2 ശരീര അവയവങ്ങളും നമുക്ക് പെട്ടെന്ന് തന്നെ പ്രഗ്നൻ്റ് ആകുന്ന സമയത്തുള്ള വ്യത്യാസങ്ങൾ നമുക്ക് കാണിച്ചു തരുന്ന ശരീര അവയവങ്ങളാണ്. ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് നമ്മുടെ കഴുത്താണ്. കഴുത്തിൻ്റെ ഭാഗത്ത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീക്ക് പല പല വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിൽ ഇവിടെ പറയാൻ പോകുന്നത് കഴുത്തിന് ചുറ്റും കറുത്ത പാടുകൾ ഫോം ചെയ്യുന്നതാണ് കേട്ടോ. പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് പല സിറ്റുവേഷനും കൊണ്ട് നമുക്ക് കഴുത്തിന് ചുറ്റും കറുത്ത പാട് ഫോം ആവാം. അതിൽ ഏറ്റവും ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മളിൽ ഉണ്ടാവുന്ന ഹോർമോൺ ചേഞ്ചസ് ആണ്. പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൻ്റെ പിഗ്മെൻറ്റേഷനിൽ പലപ്പോഴും വ്യത്യാസം ഉണ്ടാവാറുണ്ട്. ചിലർക്ക് അണ്ടർ ഐയുടെ ഭാഗത്ത്, ചിലർക്ക് നിപ്പിളിൻ്റെ ഭാഗത്ത്, ചിലർക്ക് അണ്ടർ ആമിൻ്റെ ഭാഗത്ത്, ചിലർക്ക് വജൈനയുടെ ഭാഗത്ത്, ചിലർക്ക് ആംപിറ്റിൻ്റെ ഭാഗത്ത്, ഇങ്ങനെ പല ഭാഗത്തായിട്ട് പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് പിഗ്മെൻറ്റേഷനിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷനിൽ വ്യത്യാസം ഉണ്ടാകുന്ന ഭാഗം തന്നെയാണ് നമ്മുടെ കഴുത്തും. പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പല സ്ത്രീകൾക്കും കഴുത്തിന് ചുറ്റും കറുപ്പ് നിറം ഫോം ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ചില ആളുകൾ, ചില പഴമക്കാർ അല്ലെങ്കിൽ മിഡ് വൈഫ് ടെയിൽസ് എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ചിലപ്പോൾ ആൺകുട്ടി ജനിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ കറുത്ത പാട് ഇങ്ങനെ കഴുത്തിന് ചുറ്റും വരുന്നതെന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ടും പറയാനായിട്ട് സാധിക്കില്ല. കാരണം എൻ്റെ മോനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്കിങ്ങനെ കറുത്ത പാടൊന്നും കഴുത്തിന് ചുറ്റും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊരു വ്യത്യാസം നിങ്ങൾക്ക് സഡൻ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് പ്രഗ്നൻസി പോസിറ്റീവ് ആയതിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം കേട്ടോ. രണ്ടാമത്തെ ഒരു രണ്ടാമത്തെ ഒരു റീസൺ ആണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് പലർക്കും അവരുടെ ഷുഗർ ലെവലിൽ വ്യത്യാസം ഉണ്ടാവാറുണ്ട്. പല സ്ത്രീകൾക്കും ജെസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുന്നൊരു ബുദ്ധിമുട്ട് പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് ഉണ്ടാവുകയും ഡെലിവറിക്ക് ശേഷം അത് നോർമലായിട്ട് പോകാറുമുണ്ട് കേട്ടോ. അങ്ങനെ ഇൻസുലിൻ്റെ ലെവലിൽ വ്യത്യാസം ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് ചിലവർക്ക് ഇതുപോലെ നെക്കിലെ പിഗ്മെൻറ്റേഷനിൽ വ്യത്യാസം ഉണ്ടാകാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഷുഗർ ലെവൽ ഒന്ന് നന്നായിട്ട് നോക്കുന്നത് നല്ലതാണ്. അതുപോലെ പ്രഗ്നൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴേക്കും, അതായത് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തിട്ട് ഏകദേശം ഫസ്റ്റ് ട്രൈമസ്റ്റർ ഒക്കെ ആകുമ്പോൾ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ആളുകൾ ഭക്ഷണം കഴിക്കുമ്പോഴേക്കും കൂടുതൽ ഷുഗർ ലെവൽ സ്പൈക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ലോ GI ഉള്ള, ലോ ഗ്ലൈക്കാമിക് ഇൻഡെക്സ് ഉള്ള പ്രൊഡക്ട്സ് മാക്സിമം യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ നമുക്ക് ജെസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുന്നൊരു ബുദ്ധിമുട്ട് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. മൂന്നാമതായിട്ട് കഴുത്തിൽ ഇതുപോലെ ഡാർക്കനിങ് ഉണ്ടാവാനായിട്ടുള്ള കാരണം ഓൾറെഡി PCOD ഉള്ള സ്ത്രീകൾക്കാണ് കേട്ടോ. അവർ PCOD ഉള്ള ആളുകൾക്ക് ഓൾറെഡി നമുക്ക് ഇൻസുലിൻ്റെ വ്യത്യാസങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കഴുത്തിന് ചുറ്റും കറുത്ത പാടുണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. PCOD ഉള്ള ആളുകൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാലും ഈ കഴുത്തിന് ചുറ്റുമുള്ള ഈ കറുത്ത പാട് ഭയങ്കര കൂടുതലായിട്ട് ഉണ്ടാകാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. നാലാമത്തെ റീസൺ ആണ് ഒബിസിറ്റി. നമ്മൾ ഓൾറെഡി ഓവർ വെയിറ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ കഴുത്തിന് ചുറ്റും നമുക്ക് പാടുകൾ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. എന്നാൽ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് ഈ പാടുകൾ ഭയങ്കര കൂടുതലായിട്ടും ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. നോർമലി PCOD ഉള്ള ആളുകൾക്കും ഒബിസിറ്റി ഉള്ള ആളുകൾക്കും ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത് വളരെ നാച്ചുറൽ ആയ ഒരു കാര്യമായതുകൊണ്ട് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞാലും ഇത് അങ്ങോട്ട് പൂർണ്ണമായിട്ടൊന്നും മാറില്ല കേട്ടോ. പക്ഷേ സഡൻ ആയിട്ട് നമുക്ക് ഹോർമോൺ ഷിഫ്റ്റ് കൊണ്ടും അല്ലെങ്കിൽ സഡൻ ആയിട്ട് ഉണ്ടായിരുന്ന ജെസ്റ്റേഷണൽ ഡയബറ്റീസ് കൊണ്ടുമാണ് നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായതെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 3 മാസത്തിനകത്ത് തന്നെ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് മാറിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. PCOD ഒബിസിറ്റി ഉള്ള ആളുകൾക്ക് ഇത് കുറച്ച് സിറ്റുവേഷൻ വേഴ്സ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഡെലിവറിക്ക് ശേഷം ആ ഒരു പിഗ്മെൻറ്റേഷനിൽ ചിലപ്പോൾ ഒരു ടോണൊക്കെ വ്യത്യാസം ഉണ്ടാകാം. അങ്ങനെ നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. രണ്ടാമത്തേതാണ് നമുക്ക് മുഖത്തുണ്ടാകുന്ന മാറ്റങ്ങൾ. തുടക്കത്തിൽ തന്നെ പ്രഗ്നൻസിയുടെ ചേഞ്ചസ് ആയിട്ട് നമുക്ക് ഉണ്ടാകാൻ പറ്റുന്ന ഒന്നാണ് ഈ ഫേസിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്ന് പറയുന്നത് കേട്ടോ. ഫേസ് വളരെയധികം ഗ്ലോയോട് കൂടി വരുന്നതും അതുപോലെ റോസ് കളറിലെ ചീക്സ് നമുക്ക് ഉണ്ടാകുന്നതുമാണ് ഈ പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നമുക്കുണ്ടാകുന്ന വ്യത്യാസം.
പ്രഗ്നൻസി ആകുന്ന സമയത്ത് ഒരുപാട് ചേഞ്ചസ് നമുക്ക് ബോഡിയിൽ ഉണ്ടാകുന്നത് കൊണ്ട് ഇതുകൊണ്ട് ഫേസിൽ പല ഗ്രന്ഥികളും ഒരുപാട് ഓയിൽ പ്രൊഡ്യൂസ് ആകുന്നുണ്ട്. സോ ഇതുകൊണ്ട് ഫേസിൽ നമുക്കൊരു ബ്രൈറ്റ്നെസ്സും അതുപോലെ ഒരു ഷൈനിങ് എഫക്റ്റ് അല്ലെങ്കിൽ ഒരു ഗ്ലോ അല്ലെങ്കിൽ ഒരു റോസ് എഫക്റ്റ് ഫേസിൽ നമുക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട് പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമ്മുടെ ഫേസ് ഭയങ്കര ഗ്ലോ ആയിട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് യൂട്യൂബേഴ്സിന്റെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് ഫേസ് ഇങ്ങനെ ഗ്ലോ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഷൈനിങ് എഫക്റ്റ് പലർക്കും ഫേസിൽ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ഏറ്റവും ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ നമ്മുടെ ആ ഒരു ഫേസിലോട്ടുള്ള ആ ഒരു വ്യത്യാസങ്ങളൊക്കെ അതിന്റെ ആ ഒരു തെളിച്ചം വെക്കുകയും കൂടുതൽ ബ്രൈറ്റ്നെസ് ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. രണ്ടാമത്തെ ഒരു റീസൺ ആണ് ഈസ്ട്രോജനും അതുപോലെ HCG ഹോർമോണൊക്കെ കൂടുന്നതിന്റെ ഭാഗമായിട്ട് ഈ ഹോർമോൺസ് നമ്മുടെ സ്കിന്ന് അതുപോലെ നമ്മുടെ ഹെയർ നെയില് ഒക്കെ കൂടുതലൊന്ന് നറിഷ് ആക്കി വെക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് പ്രഗ്നന്റ് ആകുന്ന പല സ്ത്രീകൾക്കും മുടി നന്നായിട്ട് ആ ഒരു സമയത്ത് വളരും. അതുപോലെ നഖവും നല്ല തിക്കണായിട്ടും നല്ല സ്ട്രോങ് ആയിട്ടും പെട്ടെന്ന് തന്നെ ഇങ്ങനെ വളരുന്ന സിറ്റുവേഷൻ ഒക്കെ പല സ്ത്രീകൾക്കും ആ ഒരു സമയത്ത് ഉണ്ടാകാറുണ്ട് കേട്ടോ. ചില സ്ത്രീകൾക്ക് എന്ന് പറയുന്നത് അവരുടെ കവിളിന്റെ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു ചുമന്ന അല്ലെങ്കിൽ ഒരു തുടുത്തിരിക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നില്ല, ഒരു കളർ വ്യത്യാസം വരിക, റോസ് കളറിൽ ചീക്സ് ആവുന്നതൊക്കെ പല സ്ത്രീകൾക്കും ഉണ്ടാവാറുണ്ട് കേട്ടോ. പ്രഗ്നൻസിയുടെ ഗ്ലോ നമുക്ക് ഫസ്റ്റ് ട്രൈമസ്റ്റർ മുതൽ തന്നെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചേഞ്ചസ് ആണ് കേട്ടോ. എല്ലാവർക്കും ഈ ഒരു ചേഞ്ചസോ അല്ലെങ്കിൽ ഗ്ലോയോ ഉണ്ടാവണമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ചില ആളുകൾക്ക് ഒരു ഗ്ലോ നന്നായിട്ടുണ്ടാകും, ചില ആളുകൾക്ക് പിഗ്മെന്റേഷനിൽ കാരണം വ്യത്യാസം വരും, ചിലർ ഒരു സ്കിൻ ടോൺ കീഴ്പോട്ടേക്ക് പോകാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് പ്രഗ്നന്റ് ആയതുകൊണ്ടാണ് നമ്മുടെ ഒരു സ്കിൻ ടോൺ ഒന്ന് കുറഞ്ഞതെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്ലോ ഫേസിൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഈ ഒരു പിങ്കിഷ് എഫക്റ്റും അല്ലെങ്കിൽ ഒരു റോസ് ചീക്സും ഒക്കെ അല്ലാതെ പലർക്കും ഉണ്ടാവുന്ന മറ്റൊരു ബുദ്ധിമുട്ടാണ് നമ്മുടെ മുഖക്കുരു നന്നായിട്ടുണ്ടാകുന്ന അവസ്ഥ കേട്ടോ. ഇത് നമുക്ക് കൂടുതലായിട്ടും മുഖക്കുരു മൂലം പാടുകൾ നമുക്ക് ആക്നീസ് ഡെവലപ്പ് ആകാനായിട്ടും ഒക്കെ നന്നായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇതും പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിങ് കൊണ്ടാണ് നിങ്ങൾക്ക് കണ്ടുവരുന്നത്. ഏകദേശം ഒരു ഫസ്റ്റ് ട്രൈമസ്റ്റർ ഒക്കെ ആകുമ്പോഴേക്കും ആ ഒരു ഹോർമോൺ ചേഞ്ച് ഒക്കെ ആയിട്ട് ബോഡി ഒന്ന് പൊരുത്തപ്പെടാനായിട്ട് തുടങ്ങും. പിന്നെ സെക്കൻഡ് തേർഡ് ട്രൈമസ്റ്ററിൽ നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെയുള്ള സമയത്ത് ഫേസിൽ ഇപ്പം നിങ്ങൾക്ക് പിഗ്മെന്റേഷനിലൊക്കെ കുറവ് വരുന്നുണ്ട് അല്ലെങ്കിൽ പിമ്പിൾസ് ഒക്കെ നന്നായിട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടതിന് ശേഷം മാത്രമേ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അല്ലാതെ ബാക്കിയുള്ള ആളുകൾ പറയുന്ന തരത്തിലുള്ള പ്രൊഡക്ട്സ് നിങ്ങൾ ഒരുപാട് മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ ചിലത് ഗർഭസ്ഥ ശിശുവിനും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനായിട്ട് ചാൻസ് ഉള്ള പ്രൊഡക്ട്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടതിന് ശേഷം മാത്രമേ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അല്ലെങ്കിൽ നമുക്കിപ്പോൾ നാട്ടിൽ കിട്ടുന്ന നമ്മൾ പച്ചമഞ്ഞളോ അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുന്നതോ അലോവേര ജെല്ലോ അങ്ങനെയുള്ളത് എന്താണോ നിങ്ങൾക്ക് അലർജിക്ക് അല്ലാത്തത് അത് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾ മഞ്ഞളൊക്കെ തേക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് സ്കിന്നിൽ അലർജീസ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അലർജിക് ടെസ്റ്റ് ഏറ്റവും ആദ്യം നിങ്ങളുടെ സോഫ്റ്റ് ആയിട്ടുള്ള വേറെ കൈയുടെ ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ തേച്ചിട്ട് നിങ്ങൾക്ക് റാഷസ് ഒന്നും അങ്ങനെ വരുന്നില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ. കാരണം ഈ സമയത്ത് നമ്മൾ പ്രഗ്നന്റ് ആകുമ്പോൾ അലർജീസും മറ്റുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിന് അഡീഷണൽ ട്രീറ്റ്മെന്റ് കൂടുതലായിട്ട് എടുക്കുന്നത് ചിലതൊക്കെ കുഞ്ഞിന് നല്ലതായിരിക്കില്ല. അതുകൊണ്ട് ആ ഒരു കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ്
കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ Day 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.